രവിചന്ദ്രൻ പിള്ളയ്ക്ക് പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ മറുപടി കൊണ്ട് മാത്രം തൃപ്തിയാവാത്ത ഏറ്റവും പുതിയ കുറച്ച് വിവരങ്ങൾ കൂടി പങ്കുവെക്കണമെന്നുണ്ട്. ആദ്യം നമ്മുടെ രവിചന്ദ്രൻ പിള്ളയുടെ ഒരു വീഡിയോ ക്ലിപ്പാണ് കാണേണ്ടത്. രവിചന്ദ്രൻ പിള്ള എന്ന മനോഹരനായ കഥാകാരൻ കൺസെന്റ് പോൺ ഇതൊക്കെ വളരെ എത്തിച്ചിട്ടുള്ള ഏതോ പ്രശ്നമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന ഗൂഗിൾ ഇപ്പൊ അടിച്ചു നോക്കിയിരിക്കുന്നത് 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഒന്നാം സ്ഥാനം കൈയടിക്കുന്ന പരമദണ്ഡികൾക്കാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്. യവനെപ്പോലൊരു വിഡ്ഢി നിന്ന് പറയുമ്പോൾ അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് പരിശോധിക്കാൻ പോലുമുള്ള ഒരു സാവകാശം, അല്ലെങ്കിൽ അതാണോ എന്നറിയാനുള്ള, കാരണം ഇവന് അടിമുടി സ്പോൺസേഡാണ്, ഇതിനു വേണ്ടി പേ ചെയ്ത് നിർത്തിയേക്കുന്ന ആളാണ്, ഇത് മാത്രമാണ് ഇവൻ്റെ ലക്ഷ്യം. എന്നാൽ പോലും കൈയടിക്കുകയാണ്. കേട്ടോ, കൺസെന്റ് പോൺ ഇതൊക്കെ വളരെ എത്തിച്ചിട്ടുള്ള ഏതോ പ്രശ്നമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന ഗൂഗിൾ ഇപ്പൊ അടിച്ചു നോക്കിയിരിക്കുന്നത് 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഒന്നാം സ്ഥാനം നോ ഗസ് വർക്ക് പാകിസ്ഥാൻ, 2 ഈജിപ്റ്റ്, 3 വിയറ്റ്നാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ, ഇറാഖില്ല, മൊറോക്കോ, നമ്മുടെ ഫുട്ബോൾ ടീം, സൗദി അറേബ്യ. ആദ്യ 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പൊ പോൺ കൺസെന്റ് ചീച്ചി ഒന്ന് ചിന്തിച്ചിട്ട് ബാക്കി പറയാം. താങ്ക് യു. ഗൂഗിൾ ഇപ്പൊ അടിച്ചു നോക്കിയിരിക്കുന്നത് ഇവന്റെ വെപ്രാളം അന്ന് നമ്മുടെ ബാസിലും സംഘവും പൊളിച്ചതാണ്. ഗൂഗിൾ അടിച്ചു നോക്കാനാണ് അവൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ രവിചന്ദ്രൻ സെർച്ച് ചെയ്തത് എന്താണെന്നറിയോ? പോൺ വാച്ചിങ് മുസ്ലിം കൺട്രീസ് ഇൻ ദ വേൾഡ് എന്നടിച്ചു നോക്കി. അതിലേക്ക് മുസ്ലിം കയറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തോ സംഭവിച്ചു, ഈ പേരുകൾ വന്നു. യഥാർത്ഥത്തിൽ നോക്കേണ്ടത് എന്തുവാ? ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പോഴല്ലേ അതിൻ്റെ കണക്കറിയുള്ളൂ. നമ്മുടെ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് ഇതിനെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. അദ്ദേഹം പറഞ്ഞത് മെറ്റ നൽകിയ വിവരമനുസരിച്ചാണെന്നാണ്. എന്തായാലും പറഞ്ഞിരുന്നത് മെറ്റ വരുന്നതോടുകൂടി ഇതെല്ലാം അപ്രത്യക്ഷമാവും, കണക്കുകളെല്ലാം പൊളിയും, ഇസ്ലാമിൻ്റെ ജീർണതകൾ പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിയവനാണ് ഈ അരിപ്പും രവിചന്ദ്രനുമൊക്കെ. എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ഈ പട്ടികയിൽ പതിവായി പ്രത്യക്ഷപ്പെടുന്ന 10 രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ബ്രസീൽ, ദക്ഷിണ കൊറിയ. ഈ രാജ്യങ്ങളാണെന്നാണ് ഈ പ്രഭാകരൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ രവിചന്ദ്രൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് ഇന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് രണ്ടും പറയാൻ വേണ്ടിയല്ല. ഈ പോൺ വീഡിയോസ് നിരോധിക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തിരിച്ചു ചോദിച്ചു പോലോ, നിരോധിക്കുന്നതിൻ്റെ ഒരു ഫലം അറിയാവോ എന്ന്. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ, അങ്ങനെ ചിലത് നിരോധിച്ചതാണ് നേപ്പാളിൽ കണ്ടത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് കാണുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, കണ്ട് രമിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. ഏതായാലും കോടതിയുടെ വാദമാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മാത്രമാണ് ഇത് നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളത്. ഏതൊക്കെ രാജ്യങ്ങളിലാണെന്നറിയോ? സൗദി അറേബ്യ എല്ലാ ടൈപ്പിലുള്ള ഈ പോണോഗ്രഫിയും നിരോധിച്ചിട്ടുണ്ട്. ഇറാൻ പോണോഗ്രഫി ഇല്ലീഗലാണ്. ഇറാഖ് 2022 എല്ലാ സൈറ്റുകളും ബാൻ ചെയ്തു. പിന്നെ മിഡിൽ ഈസ്റ്റിലെ ബാക്കി വരുന്ന രാജ്യങ്ങൾ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതുപോലെ മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം ഈ പോണോഗ്രഫി നിരോധിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് യവൻ നിന്ന് ഈ വിളമ്പുന്നത്. ഇതിനേക്കാൾ വലിയൊരു അപ്ഡേറ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ലോകത്ത് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി നടക്കാൻ കഴിയുന്ന രാജ്യം, ആ രാജ്യങ്ങളുടെ ഒരു പട്ടിക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു. ദ സേഫസ്റ്റ് കൺട്രീസ് ടു വാക്ക് എലോൺ അറ്റ് നൈറ്റ്. രാത്രിയിൽ തനിച്ച് സഞ്ചരിക്കാൻ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് വന്നിരിക്കുന്നത്. ഈ 10 രാജ്യങ്ങളിൽ ഏതാണ്ട് 5 രാജ്യങ്ങളോ 6 രാജ്യങ്ങളോ ഈ മിഡിൽ ഈസ്റ്റിലെ അറബ് കൺട്രീസാണ്. 1 സിംഗപ്പൂർ, 2 തജിക്കിസ്ഥാൻ, 3 ചൈന, പിന്നെയുള്ളത് ഒമാൻ, സൗദി അറേബ്യ,
കുവൈറ്റ്, ബഹ്റൈൻ, UAE. ഈ രാജ്യങ്ങളാണ് പിന്നീട് സേഫസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളായി വന്നത്. അന്നേരമാണ് ഇതുപോലുള്ള തെണ്ടികൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പറയുന്നത് എന്താ? പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റില്ല, പെണ്ണിനെ കൂട്ടിലടച്ചേക്കുകയാണ്, പെണ്ണിനൊന്നും തെരുവിലൂടെ നടക്കാൻ വയ്യ, പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോയാൽ ഏതാണ്ടൊക്കെ സംഭവിക്കും എന്ന് പറയുന്ന ആ രാജ്യങ്ങളിലാണ് ഇന്ന് ഏറ്റവും സ്വതന്ത്രമായും സുരക്ഷിതമായും സ്ത്രീകൾക്ക് രാത്രിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവന്മാർ പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമായി യാഥാർത്ഥ്യങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോയെന്ന്. ഇത് 2025 ഒക്ടോബറിൽ പ്രഖ്യാപിച്ചതാണ് ഈ രാജ്യങ്ങളെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ. എന്നിട്ട് അവിടെ സർവേ നടത്തി ആണിതെല്ലാം ചെയ്തത്. സിംഗപ്പൂരിൽ 98% പേരും ഹാപ്പിയാണ്, സേഫാണെന്ന് പറയുന്നു. തജിക്കിസ്ഥാനിൽ 95, ചൈനയിൽ 94, ഒമാനിൽ 94, സൗദി അറേബ്യയിൽ 93, കുവൈറ്റിൽ 91, ഹോങ്കോങ്ങിൽ 91, നോർവേ 91, ബഹ്റൈൻ 90, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 90. എന്നിട്ട് പറയുക അതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ, ദീസ് കൺട്രീസ് ഹാവ് എ സ്ട്രോങ് വിസിബിൾ പ്രസൻസ് ഓഫ് ലാ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് സർവൈലൻസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു എ സെൻസ് ഓഫ് ഓർഡർ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, ഹൈ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രീറ്റ് ലൈറ്റിംഗ്, പെട്രോൾസ് ഇൻക്രീസസ് ദ ഫീലിംഗ് ഓഫ് സേഫ്റ്റി. പിന്നെ സോഷ്യൽ കൊഹിഷൻ ആൻഡ് ട്രസ്റ്റ്, മനുഷ്യർക്കിടയിലുള്ള പരസ്പര ബന്ധവും അത്തരം കാര്യങ്ങളും, അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ വ്യക്തിത്വത്തെ കരുതാനുള്ള ഭാവം, ഇതെല്ലാം ഉള്ള രാജ്യങ്ങളുടെ പേരാണ് പറഞ്ഞത്. അന്നേരമാണ് ഈ എന്താ ഇവനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ ആൾ പറയാം അങ്ങനെയൊന്നും വിളിക്കരുതെന്ന്. ഈ വൃത്തികേട് പറയുന്ന ഈ പരമവൃത്തികെട്ടവൻ വേദിയിൽ നിന്ന് വിളിച്ചു പോകുന്നത് പോണോഗ്രഫി ഏറ്റവും കൂടുതൽ കാണുന്നത് അറബ് രാജ്യങ്ങളിലാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്കും പുരുഷനും മനുഷ്യനുമെല്ലാം സ്വസ്ഥമായും സേഫായും ജീവിക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ് ആ രാജ്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.